ബെന്നി ബെഹനാൻ എംപിക്ക് KPCC അധ്യക്ഷന് താൽക്കാലിക ചുമതല നൽകും. സണ്ണി ജോസഫ് പേരാവൂർ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിവരം. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് KPCC അധ്യക്ഷന് താൽക്കാലിക ചുമതല മറ്റാരെയെങ്കിലും ഏൽപ്പിക്കാമെന്ന ധാരണ നേതൃതലത്തിലുണ്ടായിരുന്നത്. ഹൈക്കമാൻഡ് തലത്തിലുണ്ടായ ചർച്ചകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ചാലക്കുടി MP ബെന്നി ബെഹനാനെ KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മാത്രമായിരിക്കും ചുമതല. കാരണം സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരം കടുത്തോളം അദ്ദേഹത്തിന് പൂർണ്ണമായും അവിടെ കേന്ദ്രീകരിക്കേണ്ടി വരും. ഈ സമയത്ത് KPCCയുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ഇത്തരം ചുമതലകളിലേക്ക് താൽക്കാലികമായെങ്കിലും ഒരാളെ നിയോഗിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് നേതൃത്വത്തിലുണ്ടായ ചർച്ചയിൽ അഭിപ്രായം. ഇത് കണക്കിലെടുത്താണ് ബെന്നി ബെഹനാൻ MPയെ ഈ ചുമതല നൽകാനുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ബെന്നി ബെഹനാന് അതുമായി ബന്ധപ്പെട്ട സന്ദേശം ഹൈക്കമാൻഡ് തലത്തിൽ നിന്ന് ലഭിച്ചുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത് വിവരം. എന്തായാലും ബെന്നി ബെഹനാൻ ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ ബെന്നി ബെഹനാൻ ചുമതല നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങാൻ ഹൈക്കമാൻഡിന്റെ കോൺഗ്രസിന്റെ തീരുമാനം പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ബെന്നി ബെഹനാൻ KPCCയുടെ പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുമെന്നാണ് വിവരം. ഈ KPCC അധ്യക്ഷന്റെ ചുമതല മറ്റു ചില ആളുകൾക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള ചരടുവലികളൊക്കെ നടന്നല്ലോ ശ്രീജിത്ത്. എന്തായാലും ചരടൊക്കെ പൊട്ടിയോ? കേരള ഈ കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലതും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്തായാലും തർക്കങ്ങളില്ലാതെ അല്ലെങ്കിൽ എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു പേരിലേക്ക് എത്തുക എന്നത് തന്നെയാണ് നേതാക്കന്മാർ മുൻകൂർ നൽകിയ കാര്യം. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ പരിഹരിക്കാനും പരമാവധി ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാനും കഴിയുന്ന തീരുമാനത്തിലേക്ക് വരണമെന്ന അഭിപ്രായമാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് വരുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്തായാലും കോൺഗ്രസിൽ ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അതൃപ്തികൾ നിലനിൽക്കുന്നുണ്ട്. സീറ്റ് കിട്ടാത്ത പലരും കടുത്ത അമർഷത്തിലാണ്. കെ സുധാകരനെ പോലുള്ള ആളുകൾ പാർട്ടിയെ വെല്ലുവിളിച്ച് അവിടെ കണ്ണൂരിൽ മത്സരിക്കുമെന്ന നിലപാടെടുക്കുന്നു. ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുന്നവരെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നാണ് നേതൃത്വം നൽകുന്ന വിവരം. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.